ഈ 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ചിത്രയായിട്ട് ഞങ്ങൾ ഷോ ചെയ്യുന്നത്. ഞാൻ പക്ഷേ കാണുന്നത് എപ്പോഴല്ല, ഞാൻ എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വഴുതിക്കാട് നിന്നാണ് ബസ് കയറി പോകുന്നത്, ഇവിടെ നടക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു പച്ച പാവാടയും ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. സത്യമായിട്ട് നുണയല്ലേ? അടുത്ത് കാണാൻ ഒരു അവസരം ആദ്യം ഉണ്ടായത് ദുബായിലെ തട്ടുകട എന്ന് പറഞ്ഞ ആ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ. പക്ഷെ അന്ന് കാണാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് ക്രൗഡ്, ഭയങ്കര എന്താ മാഡായിട്ടുള്ള ക്രൗഡ്. എനിക്ക് കാണാൻ പറ്റിയില്ല. അടുത്ത് കണ്ടത് ക്രിസ്തോത്തം തിരുമേനിയുടെ 100ാം ജന്മദിനത്തിൽ സാറിൻ്റെ ആ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ അടുത്ത് നിന്നത് ഒരു ഫോട്ടോ എടുത്തത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. എൻ്റെ ഏത് സിനിമയിലാണ് ആദ്യം പാടിയതെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് മാമാട്ടിക്കുട്ടിയമ്മ. മാമാട്ടിക്കുട്ടിയമ്മ പാട്ട് ആളുരുങ്ങി അരിഞ്ഞൊരുങ്ങി, അതുപോലെ കൈമണി. പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം. മെഡ്രാസിലെ എൻ്റെ രണ്ടാമത്തെ സിനിമയിലും ഞാൻ ആദ്യം മെഡ്രാസിൽ റെക്കോർഡിങ്ങിനായിട്ട് വരുന്നത് നിങ്ങളുടെ ഫിലിമിന് തന്നെയാണ്. കളിയിൽ അല്പം കാര്യം. രവീന്ദ്രൻ മാഷ്. ഞാൻ ഇന്നും ആ പാട്ട് ഞാൻ കണ്ടു. അല്ലേ? അതെ. പാടാമോ? പാടാം. അത് കഴിഞ്ഞ രവീന്ദ്രൻ മാഷിന് എത്രയോ വലിയ പാട്ടുകളാണ് ചിത്ര പാടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ എൻ്റെ സിനിമയ്ക്കാണ് പാടിയിട്ടുള്ളത്. രവീന്ദ്ര മാഷിൻ്റെ ആണെങ്കിലും ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിലാണെങ്കിലും എൻ്റെ മ്യൂസിക് ഓറിയൻറ്റഡ് സബ്ജക്ട്സ് കൂടുതൽ. എനിക്കത് ഒരുപാട് ഭാഗ്യമുണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ സിനിമകളിൽ പാട്ടുകൾ പാടാൻ. ഞാൻ രവീന്ദ്രൻ മാഷിൻ്റെ ഇപ്പം നേരത്തെ പാടിയ പാട്ടൊക്കെ രവീന്ദ്രൻ മാഷ് നീ അറിഞ്ഞോ മേലെ മാനി. അത് കഴിഞ്ഞ് പ്രിയദർശൻ്റെ സിനിമകളിൽ ഒരുപാട് ചിത്രപ്പാടി. കാര്യം പ്രിയൻ അന്ന് സിനിമകളിൽ പിന്നെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിന് ഭയങ്കര ഒരു പ്രത്യേക കഴിവുള്ള ആളാണ്. പ്രിയൻ്റെ ആദ്യത്തെ സിനിമ ഞാനാണ് ചെയ്തത്. ഇപ്പം ഞാൻ പ്രിയൻ്റെ 100ാമത്തെ സിനിമയെ ഞാനാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ അതൊരു ലോക റെക്കോർഡായിരിക്കും. ഒരു ഡയറക്ടറും ആക്ടറും ആദ്യത്തെ സിനിമ ചെയ്യുന്നു, അതേ ആൾക്കാർ തന്നെ 100ാമത്തെ സിനിമ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഒന്ന് പാടാം. ഏതെങ്കിലും ഭയങ്കരമായി പാടിയ ഒരാളുടെ പാട്ടുകൾ രണ്ടാമത് പാടണമെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ
ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും ജാനകിയമ്മ തന്നെയാണ്. ജാനകിയമ്മയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ സ്റ്റേജുകളിൽ പാടാറുണ്ട്. എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയുടെ സ്ഥാനവും ഒരു ഗുരുവിൻ്റെ സ്ഥാനവും കൊടുത്തിട്ടുള്ളതാണ് ജാനകിയമ്മയ്ക്ക്. അപ്പം ജാനകിയമ്മയുടെ പാട്ടുകൾ പലതും പാടാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് എന്നിഷ്ടം നിന്നിഷ്ടം, കണ്ണൂർ രാജദാസിൻ്റെ ഇളം മഞ്ഞിൻ കുളി. ഇളം മഞ്ഞിൻ, അതെ, അത് പാടാം. ഇളം മഞ്ഞിൻ കുളി